ഇപ്പം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാനുള്ളതിന് ഈ രാവിലെ എണീറ്റ് ഈ ജോലിയൊക്കെ ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കളക്ടറുടെ പേജ് ചെക്ക് ചെയ്യലാണ് എൻ്റെ മറ്റൊരു പരിപാടി, കുട്ടികൾക്ക് അവധിയാണോ എന്ന് നോക്കാനായിട്ട്. കുട്ടികളാണെങ്കിലും എണീറ്റ് വരുമ്പോൾ എല്ലാ ദിവസവും ചോദിക്കും കേട്ടോ ഇന്ന് ഹോളിഡേ ആണോ എന്ന്. പിന്നെ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പറയും ഇതിനും കോരിച്ചൊരിയണ മഴയത്ത് നനഞ്ഞു കുളിച്ച് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയ സന്താനം എന്നോട് ചോദിക്കാം, അതെന്താ അമ്മേ അന്നത്തെ കാലത്ത് കൊടയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം മോട്ടിവേഷനൊന്നും നിന്നില്ല കേട്ടോ. സ്കൂൾ ലൈഫ് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സ്ട്രെയിനും സ്ട്രെസ്സുള്ളൊരു സ്കൂൾ ലൈഫായിരുന്നു കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടെ ആ +2 വരെ ഒന്ന് പഠിക്കാൻ പോവോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടെ +2 വരെ പഠിക്കാൻ പോവോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പോവാം എന്ന് പറയുമോ എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ PG ഡിഗ്രിയൊക്കെ ഒന്നുകൂടെ പോകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പോകാമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല കേട്ടോ. രാവിലെ എണീക്കണം, പണിയെടുക്കണം, ജോലിക്ക് പോകണം, അവിടെയും ഇതുപോലെ സ്ട്രെയിനും സ്ട്രെസ്സും. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് വീണ്ടും ജോലി എടുക്കണം, ഇതൊക്കെ തന്നെ. ഒരു ലീവ് എടുക്കാമെന്ന് വെച്ചാൽ ലീവ് എടുക്കണ കാര്യം വേണ്ടിയ ഓഫീസിൽ ആർക്കും ഇഷ്ടമല്ല. പിന്നെ എന്ത് പറഞ്ഞ് ലീവ് എടുക്കും എന്നാലോചിച്ചാൽ അതിനും ഒരു റീസണില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയും എനിക്കിന്ന് പോകണ്ട എന്ന്. പക്ഷെ ഞാൻ എന്നെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. ഇതുപോലെ ജോലി കിട്ടാൻ ആഗ്രഹിച്ച് ജോലിയില്ലാത്ത എന്തോരം ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. അങ്ങനെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മിടുക്കിയായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകും. നിങ്ങളും അങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മിടുക്കിയായിട്ട് മിടുക്കനുമായിട്ട് ജോലിക്ക് പോകണം കേട്ടോ.